നമസ്കാരം. പി എച്ച് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇന്നത്തെ LDC പരീക്ഷ, അതായത് കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ LDC പരീക്ഷകളിലെ ആ എക്സാമിൻ്റെ അനാലിസിസും അതിൻ്റെ കട്ട് ഓഫിലേക്കൊക്കെ എങ്ങനെ എത്തിച്ചേരാൻ നോക്കാം. അപ്പോൾ നമുക്ക് പല വിഭാഗങ്ങളാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് സിലബസ് പ്രകാരം പല വിഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു, അതിൻ്റെ ആ ഈസി ആണോ, മീഡിയം ആണോ, ഡിഫിക്കൽട്ട് ലെവലാണോ എന്നൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഇതൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യും, അങ്ങനെ കട്ട് ഓഫിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. അപ്പോൾ മൊത്തത്തിലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതുവരെ നടന്ന, അതായത് കഴിഞ്ഞ 4 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഈ കോഴിക്കോട്, കോട്ടയം ജില്ലകളിലെ പരീക്ഷയെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതുവരെ കഴിഞ്ഞ ഘട്ടങ്ങളിലേതിനേക്കാളെല്ലാം കുറച്ചും കൂടെ എളുപ്പമായൊരു ഘട്ടമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അനാലിസിസും കട്ട് ഓഫിലേക്കൊക്കെ ഒന്ന് നോക്കി നോക്കാം. എന്നിട്ട് കട്ട് ഓഫ് എത്രയാണ് നമുക്കൊന്ന് ഇതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ അനുസരിച്ച് കട്ട് ഓഫ് എത്രയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിനി അനാലിസിസിലേക്ക് കിടക്കാം. ഇന്ന് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാനൊരു ഏകദേശ കണക്കുകളാണ് പറയണത്. ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ഈസി ടൈപ്പ് തന്നെയാണ്. അതിൽ നിന്ന് നമുക്കൊരു 4 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് സയൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സിനെ കുറിച്ചാണ്. അത് അതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മീഡിയം ഡിഫിക്കൽട്ടായിരുന്നു. 13 ചോദ്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്കൊരു 9 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി പിന്നെ അടുത്തത് എക്കണോമിക്സ്. അതിൽ നിന്ന് നമ്മുടെ 4 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ഏകദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഈസി മീഡിയം ലെവലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ 4 ചോദ്യങ്ങളാണ്. അതിൽ നമുക്ക് ഏകദേശം ഒരു 3 ചോദ്യങ്ങൾ നമുക്ക് മാർക്ക് നേടാവുന്നതാണ്. ഇനി ജോഗ്രഫിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ 5 ചോദ്യങ്ങളാണ്. അതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മീഡിയം ഡിഫിക്കൽട്ട് ആ ഒരു ലെവലിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2 മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാം. ഇനി സ്കീംസ്, അത് ഇവിടെ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയും കേരളയുടെയും കൂടെ ഒരുമിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയും ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈസി മീഡിയം ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 3 മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ആർട്സ് ലിറ്ററേച്ചറാണ്. അപ്പോൾ ആർട്സ് ലിറ്ററേച്ചർ ഭാഗത്തുനിന്ന് 5 ഏകദേശം ചോദ്യങ്ങളും ഏകദേശം മീഡിയം ലെവലുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 3 മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാം. പിന്നെ അടുത്തത് ഐ ടിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്, അതും മീഡിയം ലെവൽ തന്നെയായിരുന്നു. അതിൽ നമുക്കൊരു 3 മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റിയ ലെവൽ തന്നെയായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇതാവുകയാണെങ്കിൽ അത് 10 ചോദ്യങ്ങൾ ഏകദേശം ഈസി മീഡിയം ലെവലിൽ തന്നെയാണ് അത് പെടുന്നത്. അതിൽ നിന്ന് ഒരു 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ തന്നെയായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ലോസ്, അത് 7 ചോദ്യങ്ങൾ. അതിൽ ഒരു ഏകദേശം മീഡിയം ഡിഫിക്കൽട്ട് ലെവലിൽ പെട്ടതാണത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് കറൻറ്റ് അഫയേഴ്സാണ്. അത് 5 ചോദ്യങ്ങൾ ഒരു ഈസി മീഡിയം ലെവലിൽ പെട്ട തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ബാക്കിയുള്ള മിസ്ലേനിയസ് എന്നുള്ളത് അത് ഏകദേശം ഈസി മീഡിയം ലെവലൊക്കെ തന്നെയാണ്. അതിൽ നിന്നും ഒരു 4 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള നോക്കിയതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ 47 മാർക്കാണ് ഇതുവരെ കിട്ടിയത്. പിന്നെ ഇത് കൂടാതെ ഇതിൽ നിന്നും ഉള്ളത് ഇത് കൂടാതെ ഉള്ളത് മാത്സ്, റീസണിങ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം. ഇതിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമാണ് കുറച്ച്
കുറച്ചൊരു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ 3 ഇതിലും കുറച്ചൊരു ഇതുള്ളത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതിൽ 30 മാർക്കിൻ്റെയിൽ ഏകദേശം ഒരു 22 മാർക്കോളം സ്കോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫിലേക്ക് നമ്മൾ 47 + 22, അപ്പോൾ 69 മാർക്കാണ് കട്ട് ഓഫായിട്ട് വരുന്നത്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് 69ആണ്. അപ്പോൾ ഏകദേശം അപ്പോൾ നമുക്കിത് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയത് ഏകദേശം 69ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 65ൻ്റെയും 70ൻ്റെയും ഇടയിൽ കട്ട് ഓഫ് വരാനാണ് സാധ്യത. അതായത് ഈ കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ PSC നടത്തിയിട്ടുള്ള LDC പരീക്ഷയുടെ കട്ട് ഓഫ് 65-70. ഇതിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അല്ലെങ്കിൽ കറക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഈ കട്ട് ഓഫും മാറാൻ സാധ്യതയുണ്ട്. എന്നാലും ഏകദേശം ഇപ്പോൾ തന്നിട്ടുള്ള ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 65ൻ്റെ 70ൻ്റെ ഇടയിൽ വരാനാണ് സാധ്യത, നമ്മളുടെ ഒരു അഭിപ്രായ പ്രകാരം. ഇനി നിങ്ങൾ നമ്മളിതിൻ്റെ വീഡിയോ പ്രൊവിഷണൽ PSC വന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നിങ്ങളുടെ ശരി ഉത്തരം കണ്ടെത്തി നിങ്ങൾ ഈ സ്കോറ് കമൻസിലിട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.